In the last class, we have discussed how to prepare the balance sheet of a company. Today, we are going to discuss how to prepare the profit and loss account of a company. So, first of all, let us discuss the format of statement of profit or loss. The column headings are: first column, particulars; second column, note number. Note number simply means for some items we have to prepare some notes for calculation purpose. So the number given to the note will be shown in this column. Next column, figures for the current reporting period. Current year's figures are given in this column. And next column heading, figures for previous reporting period. Just for comparison, we will give figures for the previous years. So previous year figures are given in this column. ഇനി നമുക്ക് ഇതിലുള്ള പ്രധാനപ്പെട്ട ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട റവന്യൂ ആണ് ഇവിടെ കാണിക്കേണ്ടത്. സെയിൽസ്, സർവീസസ്, ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആണ് പ്രധാനമായിട്ടും റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എന്നുള്ള ഹെഡിൽ കാണിക്കേണ്ടത്. അടുത്തത് അതർ ഇൻകംസ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് അല്ലാതെ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഇൻകംസ് നമുക്ക് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇൻട്രസ്റ്റ്, ഡിവിഡൻസ്, കമ്മീഷൻ, ഇതുപോലുള്ള ഇൻകംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ അതർ ഇൻകം എന്നുള്ള കാറ്റഗറിയിലാണ് കാണിക്കേണ്ടത്. ഈ രണ്ട് ഇൻകവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടും. അപ്പോൾ റവന്യൂ സൈഡിൽ ഇൻകം ഫ്രം ഓപ്പറേഷൻസും അതർ ഇൻകംസും, ഈ രണ്ട് ഹെഡുകളിലായിട്ടാണ് എല്ലാ ഇൻകംസും കാണിക്കുന്നത്. ഈ രണ്ട് ഇൻകംസും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടും. രണ്ടാമത്തത് എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസിൽ ആദ്യം കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് ഇപ്പോൾ സാധാരണഗതിയിൽ അതിൻ്റെ കീഴിൽ വരുന്നതാണ് പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. സാധാരണയുള്ള പർച്ചേസസ്, ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും ചേർന്നുള്ള ഫിഗർ. അടുത്തത് ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, സ്റ്റോക്ക് ഇൻ ട്രേഡ് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ്. അതായത് നമ്മുടെ സ്റ്റോക്കിലുണ്ടായിരിക്കുന്ന ചേഞ്ച്. ഇതെങ്ങനെയാണ് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതും ഓപ്പണിംഗ് സ്റ്റോക്ക് ഇത്ര രൂപ, ക്ലോസിംഗ് സ്റ്റോക്ക് ഇത്ര രൂപ. ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കഴിച്ച് കിട്ടുന്ന തുകയാണ് നമ്മൾ എമൗണ്ട് കോളത്തിൽ കാണിക്കേണ്ടത്. അടുത്തത് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്. ഇതിലാണ് നമ്മൾ എംപ്ലോയീസിന് കൊടുത്തിരിക്കുന്ന സാലറി, അവർക്ക് വേജസ് എന്തൊക്കെയാണോ കൊടുത്തിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കേണ്ടത് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് എന്നുള്ള ഹെഡിലാണ്. ഫിനാൻസ് കോസ്റ്റ്. ഇപ്പോൾ നമ്മുടെ ഡിബഞ്ചേഴ്സിന് കൊടുത്തിരിക്കുന്ന ഇൻട്രസ്റ്റ്, ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്ന ഇൻട്രസ്റ്റ്, ഇതുപോലുള്ള കാര്യങ്ങളാണ് ഫിനാൻസ് കോസ്റ്റിൽ കാണിക്കേണ്ടത്. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്. നമുക്കറിയാം ഡിപ്രീസിയേഷനും അമോർട്ടൈസേഷനും പോലുള്ള എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇവിടെ കാണിക്കണം. അതർ എക്സ്പെൻസസ്, ഈ എക്സ്പെൻസ് അല്ലാതെ മറ്റെന്തെങ്കിലും എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ കാണിക്കേണ്ടുന്ന ഹെഡാണത്. അങ്ങനെ നമ്മൾ എല്ലാ എക്സ്പെൻസുകളും ചേർത്ത് ടോട്ടൽ എക്സ്പെൻസ് കിട്ടും. അപ്പോൾ ആദ്യം റവന്യൂ കാണിച്ചു, അതിനുശേഷം എക്സ്പെൻസസ് ചെയ്തു, ടോട്ടൽ റവന്യൂ കണ്ടുപിടിച്ചു, ടോട്ടൽ എക്സ്പെൻസസും കണ്ടുപിടിച്ചു. അടുത്തതായിട്ട് പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ഐറ്റംസ് ആൻഡ് ടാക്സ്. എക്സെപ്ഷണൽ ഐറ്റംസും ടാക്സും കൊടുക്കുന്നതിന് മുൻപുള്ള പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ഐറ്റംസ് ആൻഡ് ടാക്സ് കിട്ടും. ഇനി അടുത്ത ഐറ്റം എക്സെപ്ഷണൽ ഐറ്റംസ് ആണ്. എന്തെങ്കിലും എക്സെപ്ഷണൽ ആയിട്ടുള്ള ഐറ്റംസ് വന്നിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിക്കണം. തൊട്ട് താഴെ പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ ടാക്സ്. അപ്പോൾ ഈ പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ഐറ്റംസ് ആൻഡ് ടാക്സിൽ നിന്ന് എക്സെപ്ഷണൽ ഐറ്റംസ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ ടാക്സ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ടാക്സ് കൊടുക്കണം. അപ്പം അതിൽ കറണ്ട് ടാക്സ് ഉണ്ട്. കറണ്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ ടാക്സ് ആണ്. ഡെഫേർഡ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ കൊടുത്തത് കൂടിപ്പോവുകയോ കൊടുത്തത് കുറഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന ടാക്സിനാണ് ഡെഫേർഡ് ടാക്സ് എന്ന് വിളിക്കുന്നത്. അടുത്തത് പ്രോഫിറ്റ് ഓർ ലോസ്
ഫോർ ദി പീരീഡ് ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്. അപ്പോൾ അഞ്ചാമത്തെ ഐറ്റം ആയിരിക്കുന്ന പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ ടാക്സിൽ നിന്ന് ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ബാക്കി തുകയാണ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദി പീരീഡ് ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ്സ്. ഇനി ഈ വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു ബിസിനസ് യൂണിറ്റ് നമ്മുടേത് നിലച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിന്ന് പോയിട്ടുണ്ടെങ്കിൽ, ഡിസ്കണ്ടിന്യൂ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് കൂടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. എട്ടാമത്തെ ഐറ്റമായിട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ അത് കാണിക്കുക. ടാക്സ് എക്സ്പെൻസ് ഓഫ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്. ഈ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ടാക്സ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതും കാണിച്ചേക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് ആഫ്റ്റർ ടാക്സ് കിട്ടും. അതായത് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് നിന്നുള്ള പ്രോഫിറ്റ് നമ്മൾ കണ്ടു, അതിൽ നിന്ന് ടാക്സ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് ഈ വർഷത്തെ ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാം. പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദി പീരീഡ്. ഇപ്പം ഇതിൽ ഏഴാമത്തെ ഐറ്റം ആയിരിക്കുന്ന പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസിൻ്റെ കൂടെ പത്താമത്തെ ഐറ്റം ആയിരിക്കുന്ന പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷത്തെ മൊത്തം പ്രോഫിറ്റ് ലഭിക്കും. അതായത് കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് എന്നുള്ള പ്രോഫിറ്റും ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് എന്നുള്ള പ്രോഫിറ്റും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷത്തെ ടോട്ടൽ പ്രോഫിറ്റ് ലഭിക്കും. ഇനി ട്രീറ്റ് ചെയ്യേണ്ടുന്ന മറ്റു ചില ഐറ്റംസ് കൂടെ പരിചയപ്പെടാം. അതർ കോംപ്രിഹെൻസീവ് ഇൻകം. അതിൽ ആദ്യത്തേത് ഐറ്റംസ് ദാറ്റ് വിൽ നോട്ട് ബി റീക്ലാസിഫൈഡ് ടു പ്രോഫിറ്റ് ഓർ ലോസ്. അതുമായി ബന്ധപ്പെട്ട ഇൻകം ടാക്സ് റിലേറ്റിംഗ് ടു ഐറ്റംസ് ദാറ്റ് വിൽ നോട്ട് ബി റീക്ലാസിഫൈഡ് ടു പ്രോഫിറ്റ് ഓർ ലോസ്. ഇപ്പോൾ റീവാലുവേഷൻ പ്രോഫിറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ചില ഐറ്റംസ് കാണും. അപ്പോൾ അങ്ങനെ ഐറ്റംസ് ദാറ്റ് വിൽ നോട്ട് ബി റീക്ലാസിഫൈഡ് ടു പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്ന ഐറ്റം തന്നിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുക. അതിൽ നിന്നും ഇൻകം ടാക്സ് അതുമായി ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. രണ്ടാമത്തത് ഐറ്റംസ് ദാറ്റ് വിൽ ബി റീക്ലാസിഫൈഡ് ടു പ്രോഫിറ്റ് ഓർ ലോസ്. ഇതേപോലുള്ള ചില ഐറ്റംസ് കാണും. ഇപ്പം എന്താണ്, നമ്മുടെ മണി എക്സ്ചേഞ്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ചില പ്രോഫിറ്റുകൾ, ലോസുകളൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമ്മളിവിടെ എഴുതുന്നു. അതിൽ നിന്നും ഇൻകം ടാക്സ് ചിലപ്പോൾ കുറക്കേണ്ടി വരും, ചിലപ്പോൾ കൂട്ടേണ്ടി വരും. പ്രോഫിറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യേണ്ടത് വരും. അപ്പം അതുമായി ബന്ധപ്പെട്ട ഇൻകം ടാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോംപ്രിഹെൻസീവ് ഇൻകം ഫോർ ദി പീരിയഡ്. അതായത് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന 9ാമത്തെ ഐറ്റത്തിൽ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ടോട്ടൽ പ്രോഫിറ്റിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന അതർ കോംപ്രിഹെൻസീവ് ഇൻകം കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ കോംപ്രിഹെൻസീവ് ഇൻകം ഫോർ ദി പീരിയഡ് ലഭിക്കും. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏർണിങ്സ് പെർ ഇക്വിറ്റി ഷെയർ അല്ലെങ്കിൽ EPS എന്ന് പറയുന്ന കാര്യം. ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഫോർ കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസും ഉണ്ട്, ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസും ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഏർണിങ്സ് പെർ ഷെയർ ഫോർ കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്. അപ്പോൾ അതിലാദ്യം ബേസിക് പിന്നെ ഡൈല്യൂട്ടഡ്, രണ്ട് രീതിയിൽ EPS നമ്മൾ കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസിൽ നിന്നും നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് EPS കിട്ടും. എങ്ങനെ കിട്ടും? പ്രോഫിറ്റ് ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസിനെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് EPS കിട്ടും. അതാണ് ബേസിക് EPS എന്ന് ഉദ്ദേശിക്കുന്നത്. ഡൈല്യൂട്ടഡ് EPS ഉണ്ട്. ഇപ്പോൾ ഡൈല്യൂട്ടഡ് EPS എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഏർണിങ്സ് പെർ ഇക്വിറ്റി ഷെയർ ഫോർ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്. അപ്പോൾ നമ്മുടെ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിൽ നിന്ന് നമുക്ക് കുറച്ച് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതിനെ
നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ഏർണിങ്സ് പെർ ഇക്വിറ്റി ഷെയർ ഫോർ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്. അതും രണ്ടായിട്ട് നമുക്ക് കണ്ടുപിടിക്കണം. ഒന്ന് ബേസിക് ഇ പി എസും രണ്ടാമത്തത് ഡൈല്യൂട്ടഡ് ഇ പി എസും. ഓക്കെ, അടുത്തത് ഏർണിങ്സ് പെർ ഇക്വിറ്റി ഷെയർ ഡിസ്കണ്ടിന്യൂഡ് ആൻഡ് കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടുള്ള പ്രോഫിറ്റിനെ, അതായത് ഏർണിങ്സ് ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസും ഏർണിങ്സ് ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസും കൂടെ ചേർത്ത് കിട്ടുന്ന പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഏർണിങ്സ് പെർ ഇക്വിറ്റി ഷെയർ ഡിസ്കണ്ടിന്യൂഡ് ആൻഡ് കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്. അതും ബേസിക് ഇ പി എസും കാണണം, ഡൈല്യൂട്ടഡ് ഇ പി എസും നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ്. ഓക്കെ, താങ്ക് യു.